ഇത്രയും കാലം അവര് കൈവശം വെച്ച ഭൂമിയല്ലേ. കേസിനും കൂട്ടത്തിനും ഒക്കെ പോയാല് ഇല്ല, ഞാനത് ഉപേക്ഷിച്ചു. ഇനി ഒരു വീടും കുടുംബവും ഉണ്ടാകുന്നത് വരെ ഇവിടെ താമസിക്കും എന്റെ കൂടെ. വേണ്ട കാർക്ക, വേണം. ഈ ദേശക്കാര് മുഴുവൻ അന്നെ മറന്നെന്ന് കണക്കാക്കരുത്. ഈ ഇവിടെ വെറുതെ പാർക്കണ്ട. ഇവിടുത്തെ കാടും മലയെല്ലാം അനക്കറിയാലോ. വർഗീസ് എന്റെ കൂടെ വന്നാല് നമുക്ക് കൂപ്പിലെ പണിയെടുക്കാം, കരാറായിട്ട്. ഈ വയസ്സുകാലത്ത് 4 കായുണ്ടാക്കാൻ ഇനി അതേ ഭയ്യുള്ളൂ. ഈ പെണ്ണിനെ കെട്ടിച്ചു വിടണം. എന്തേ? ശരി. മറിയാമ്മച്ചേർത്ത് ഞാനാ, വർഗീസ്. കർത്താവേ, വർഗീസ്. മക്കളെ, ഹരിത, ഇതാരാണെന്ന് അറിയില്ലേ? വർഗീസ് ചേട്ടനാ. നിങ്ങൾ എന്തായി ചെയ്തത്? ചേട്ടാ പൊറുക്കണം. 3-4 ദിവസമായി ഈ തോപ്പിൽ കളവ് നടക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടൻ ഞങ്ങളോട് പൊറുക്കണം. പൊറുക്കുകയൊക്കെ ചെയ്യാം. എന്റെ വയറ് വല്ലാണ്ട് വിശക്കുന്നു. എനിക്കതിന് കഴിക്കാൻ തന്നെ. വാ. അങ്ങേര് പോയത് പിന്നെ ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കാതർക്കായിരുന്നു ഇടയ്ക്കൊരു സഹായം. ഞാനും എന്റെ മക്കളും കഷ്ടപ്പെട്ടതിന്. അപ്പം പോയാലേ ഞങ്ങൾക്ക് ദുഃഖമുള്ളൂ. കഷ്ടപ്പെട്ടത് ഞങ്ങൾ ഈ മണ്ണിലാണ്. അതുകൊണ്ടിപ്പോ എനിക്ക് വേണ്ടി അനിയനും പുറമെ ജോലിക്ക് തണ്ടേണ്ടി വന്നില്ല. അന്ന വരാറില്ലേ? ഇല്ല. അമ്മായിയുടെ കെട്ടിയും വിടാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ വരും. ആ, വർഗീസ് എവിടെ താമസിക്കുന്നത്? എങ്ങും ആയിട്ടില്ല. ചേട്ടൻ ഞങ്ങളുടെ കൂടെ താമസിക്കേ. ഞാൻ എവിടെ താമസിച്ചാലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. പോരെ? നാട്ടിൽ നിന്ന് വന്ന ലോറക്കാര് മരപടി ഇറക്കിയോടോ? ആ ലോറുമായിട്ട് അവരെ കോഴിക്കോട്ടേക്ക് അയച്ചു മുതലാളി. എന്തടങ്ങാറാണോ ഈ കാണിച്ചത്? ബൈക്കിൽ വല്ല സ്കോഡോ പിടുത്തോണ്ടോ പറഞ്ഞിട്ടല്ലേ സുലൈമാനെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്? അയ്യോ, അപ്പോഴത്തേക്കും വണ്ടി വിട്ടുപോയി മുതലാളി. കൊച്ചുമകൾ ഇപ്പോഴാ വന്നത്. എന്നിട്ട് ഓരോ എവിടെ? തോക്ക് എടുത്ത് കാട്ടിലേക്ക് പോയി. നായാട്ടിന് നരി ഇറങ്ങിയപ്പോ നായ്ക്ക് തൂറാൻ പൊട്ടിന്ന് പറഞ്ഞേക്ക് ഓനോ എന്റെ തോക്കും എവിടാണ്ടാ കുറ പിടിക്കണത്? കോറ അവിടെ കിടക്കണം, കമ്മളവിടെ തപ്പിടുന്ന് പറഞ്ഞേക്ക് ഉതുപ്പിന് നോക്കിപ്പോടാ എമ്മാറെ. ഇനി ഞാൻ പറഞ്ഞിട്ട് മരം എടുത്ത് വിട്ടാൽ മതി. കൊച്ചമ്മകളുടെ മകൻ വന്നിട്ടുണ്ട്. ആര്? അലസ്ക? അതെ അതെ. എന്നിട്ട് ഓനോ എവിടെ? മുകളിലുണ്ട്. ആ, ഞാൻ മുകളിലേക്ക് ഇല്ലട്ടെ. അല്ല റൈറ്റേ, ഇവിടെ ആരാ ഉതുപ്പ്? ഉതുപ്പോ? ആചാര്യ പറഞ്ഞു കുട ഉതുപ്പിനെ നോക്കി പിടിയലാണ്. ആരാ ഉതുപ്പ്? മൂസാക്ക, ഇവിടെ ഉതുപ്പെന്ന് പറഞ്ഞ വെയില, ആളല്ല. ഓഹോ, എന്നാലേ ഞങ്ങളെ തൃശ്ശൂരാ വേണം. അവിടെയുള്ള ഉതുപ്പുമാരുള്ള വെയിലാണ്. നാട് കരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ജപ്പാനിലേക്കോ ദുബായിലേക്കോ ഏത് കൊണാപ്പിലേക്കും തടി അയക്കുന്നു? ഓർഡർ പ്രകാരം തേക്കും വീട്ടി നിങ്ങളുടെ പോലും നമ്മൾ എത്തിച്ചേരും. പിന്നെ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാ. അത് ഞാൻ ഏറ്റു. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഷിപ്മെന്റ് കഴിയുന്നവരെ ഒരു അവധി തരാലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിരിക്കണം. വാസുവോ, വക്കീലായി തന്ന കടലാസ് കൊണ്ട് കൊടുക്ക്. ഇപ്പൊ തന്നെ നിങ്ങൾ കേൾക്കണില്ലേ? കാട്ടിലെ മരം മുറിക്കണേന് നാട്ടുകാരുടെ ലഹള.
കോഴിക്കോട്ട് ഭൂമി ഉലിങ്ങിയതിനും വയനാട്ടിലെ ചൊരടിഞ്ഞതിനും ഞമ്മക്കാ കുറ്റം. ഏത് ഈ ഹമുക്കുകളൊക്കെ അറിയോ? ഭൂമിയിലെ മുകളിൽ ഇക്കണ്ട മരം പോയിനും മുളച്ചു പൊങ്കിയാല് ഇതിന്റെ കനവിടിയാ താങ്ങുക. അത് ഞമ്മളെ പോലെയുള്ളവര് വെട്ടി ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കാണാനി ദുനിയാവിന്റെ ഹപ്പ് പാതാളത്തിലാവണത്. അല്ല, അത് വായിച്ചു നോക്കിയോ? ഞാൻ വായിച്ചു. പിന്നെ നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കള്ളമരാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. റൊക്കം പണം തരുന്നില്ലല്ലോ, കണക്ക് കാണിക്കാനും പറ്റൂല. അതിനുള്ള ഏർപ്പാടാണ്. അല്ല, നിങ്ങളെ എസ്റ്റേറ്റിലെ കറവറ്റി റബ്ബർ മരം മുറിച്ചു വയ്ക്കുന്ന ഏർപ്പാടില്ലേ, എന്തായാലും പറയാ? സ്ലോട്ടറിംഗ്. അതിന് നമ്മൾ മുൻകൂർ തരുന്ന പണമായിട്ടാണ് ഈ രേഖ. നമ്മളെ ഉറപ്പിന്. ഏത്? ശരി. അപ്പോഴേ ഇതിൽ നിങ്ങൾ മാത്രം ഒപ്പിട്ടാ പോരാ, നിങ്ങൾ അപ്പൻ ചാക്കോച്ചൻ മുതലാളിന്റെ ഒരു മേലൊപ്പ് കൂടി വേണം. അത് അപ്പനോട് പറഞ്ഞാൽ? അല്ലാതെ നമ്മൾ തമ്മിലുള്ള ഈ ബിസിനസ് നടക്കൂല. ലോകം വേറെ, ബിസിനസ് വേറെ. ശരി. നീ എവിടെയായിരുന്നു? നീ തിരിച്ചെടുത്ത് കിടക്കാത്ത ജാതി. വേറെ കോഴിക്കോട്ട് വിട്ടില്ലേ? ബാപ്പ അത് ഒന്നും പറയണ്ട, വേഗം കൂപ്പിലേക്ക് ചെന്ന് മരമുറി നിർത്താൻ പറ. നീ ചെല്ല്. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? അതെ, എന്നെ ബാപ്പ കോഴിക്കോട്ട് അയച്ചെന്തിനാന്നറിയോ? അവിടുത്തെ മില്ലിലെ ഈർച്ച നോക്കി വരാൻ. ബാപ്പനെ മരക്കച്ചവടത്തിന് ഇടുക. നന്നായിക്കണേ. ഈ കണ്ട കുണ്ടന്മാരുടെ കൂട്ടത്തിൽ കൂത്തുമറ നടക്കണം നിൽക്കുമല്ലോ. എന്റെ സ്നേഹിതന്മാരെ കുറ്റം പറയണ്ട, അവരൊക്കെ എന്നെക്കാൾ നല്ലവരാ. ആ, അത് പോട്ടെ, കൈനീട്ട്. എന്താ മന്ത്രിച്ചൂതിയ മോതിര. മന്ത്രി ചൂതിയതോ? ഞാൻ ഇനി കല്ലായിലെ പാണ്ഡ്യാലയിലും കൂപ്പിലുമായി ചുറ്റുമ്പോ ഇതുപോലെ നിന്നെ കാണാൻ പറ്റുന്നു വരില്ല. അതിനിടയിൽ നിന്റെ മനസ്സിൽ മറ്റൊരുത്തം കടന്നുകൂടാതിരിക്കാനാ ഇത്. നിങ്ങൾ അങ്ങനെ എന്നെ കണക്കാക്കിയത് ഈ മോതിരല്ലെങ്കിൽ? ഷൈനു, ഞാനൊരു തമാശ പറഞ്ഞല്ലേ? സുല്ലു സുല്ലു. ഈയക്കോൽ പോലെ തണുത്ത വിരലേലും പ്രേയാന്റെ കയ്യേന്തി പേലവാങ്കി നമ്പൂരിശ്രീ ആയിട്ടും ആ പൊലയഞ്ചാത്തിനെ കല്യാണം കഴിച്ചോള്. ഉവ് ഗാന്ധർവ. തീയ വലം വെച്ചവന് നയിച്ചുതൻ പായിൽ ശയിപ്പിച്ചു താൻ ശയിച്ചാൾ. ഉണ്ണേ, ഇവിടെ വരൂ, ചോദിക്കട്ടെ. എവിടെ ആയിരുന്നു ഇയാൾ 2 ദിവസമായിട്ട്? എവിടെ ആയിരുന്നു എന്നാ ചോദിച്ചേ? അച്ഛൻ ചോദിച്ചു കേട്ടില്ലേ നീ? എന്തിനാ ചോദിക്കണേ? ഈ മടയിൽ കിടന്ന് മരവിച്ചിട്ടാ മനുഷ്യനൊന്ന് പുറത്തിറങ്ങണേ. ഇത്തിരി കാറ്റും വിളിച്ചോ കൊള്ളാൻ. ഓ, വീട്ടിന് ഉപകാരമില്ലാതെ ഊര് കണ്ട് നടക്കുകയല്ലേ നീ? നിന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ ഇത് തന്നെയാണോ ചെയ്യുക? അല്ല, ഇവിടെ ശൂദ്രനും പുലയനും പണിയനും ഏത് പണിയും ചെയ്യാം. എനിക്കത് കിട്ടില്ല. കണ്ടം കളയ്ക്കാനോ വേലി കെട്ടാനോ ഭാരം ചുമക്കാനോ എന്നെ ആരും വിളിക്കില്ല. എന്താ കാരണം എന്നറിയോ? 7-ാം വയസ്സിൽ ഉപനയന ദിവസം നിങ്ങൾ എന്റെ ദേഹത്ത് ചുറ്റിയിട്ടേ മുഷിഞ്ഞു മൂല. ഇല്ലം പോയി, തെരുവും പോയി, എന്നിട്ടും പുറത്തുള്ളവരെ വിളിക്കുന്നത് ഇല്ലത്തെ തിരുമേനിന്ന. പരിഹാസം അല്ലാണ്ടെന്താ? ഒക്കെ സഹിക്കാം. എന്നിട്ട് ഇവിടെ എത്തുമ്പോ വേറെ. ഉണ്ണി, നീ ആരോടെ തർക്കിക്കണേ? അച്ഛനെ വേദനിപ്പിച്ച ദൈവദോഷം കിട്ടില്ലേ നിനക്ക്? ഒക്കെ ഞാൻ സഹിച്ചോളാം. എനിക്ക് വിശക്കുന്നു. എന്താ വെച്ചാ തരിക. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് പഴുക്കായിരുന്നോ? അല്ലടാ, നിലവറയില് താക്കോല് കാണാനിട്ട. കിട്ടിയ പാൽപ്പായസമോ അടപ്രഥമനോ കൊഴുക്കട്ടയോ എന്താ അച്ഛമ്മ ഉണ്ടാക്കി തരാം. സാവിത്രി ഇല്ലേ അവിടെ? എന്റെ രാമായണം എടുത്തു തരാൻ പറയൂ. സാവിത്രി അച്ഛൻ വിളിക്കണു രാമായണം എടുത്തു കൊടുക്കാൻ. ഇന്നിവിടെ ആഹാരമൊന്നും വെച്ചിട്ടില്ലല്ലോ. വലിയ വകുപ്പുകൾക്ക് കൃഷ്ണപ്പാട്ട് കൊടുക്കും, ചെറിയ വകുപ്പൊക്കെ മഹാഭാരതം ആവട്ടെ. എനിക്ക് ഭഗവത്ഗീതയോ നാരായണീയമോ ആരും ഉച്ചപ്പട്ടിണി കിടക്കണ്ട. വായിച്ചങ്ങോട്ട് വയറ് നിറയ്ക്കാം. അങ്ങനെ പറയരുതുണ്ണി. എന്നും കാലത്ത് നേരത്തെ എണീറ്റ് പോകും അച്ഛൻ.
കുടിയമ്മാട്ടെടുത്ത് ഒന്നും കിട്ടാറില്ല. പിന്നെ എന്താ ചെയ്യാ? ആരോടെങ്കിലും വായ്പ മേടിച്ച് ഇത്തിരി കഞ്ഞി വെച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്? തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞ ആരെ വായ്പ തരും? അടുപ്പിന് എത്ര തീയിട്? ഇന്ന് തീ കൂട്ടിയിട്ടില്ല. ഹലോ, നമസ്കാരം. ഞാൻ വരണം. എന്തൊക്കെ വിശേഷം? സുഖമാണല്ലോ. അലക്സിന് സ്വന്തമായിട്ടൊരു ബിസിനസ്സായി. ഇനി ജെയിംസ് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഒത്തിരുന്നാൽ മതി. ബാംഗ്ലൂരിൽ ബോട്ടിങ്ങിനുള്ള ഒരു ലൈസൻസ് ഞാൻ വിചാരിച്ചാ വാങ്ങിച്ചു കൊടുക്കാൻ സാറി. ഇദ്ദേഹം അവിടുത്തെ DFO ആണ്. അത് കൊള്ളാം. കുഞ്ഞത്ത് മുതലാളിയാണോ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്? ഇദ്ദേഹത്തിന്റെ ഇളയ മകൻ ജെയിംസ് കുട്ടിയുടെ അമ്മായിയപ്പന് അയർകുന്നം മാണി. നമസ്കാരം. മാണി സൺസ്. സാറിനെ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ഏത് ബാറിലും വിസ്കി ആയാലും ബ്രാൻഡി ആയാലും മാണി സൺസ് അല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടത്തെ പോലെ അല്ല അവിടെ. അവിടെ നമ്മൾ 50 ലക്ഷം രൂപ ഈ ബോട്ടിലിംഗ് ബിസിനസ്സിൽ മുടക്കിയാൽ ഒറ്റ കൊല്ലം കൊണ്ട് മുടക്കിയ കാശും അതിൽ ഇരട്ടി ലാഭം കിട്ടും. അത് കിട്ടും. സർക്കാർ വരുന്ന സ്പിരിറ്റ് ഇരട്ടിക്കിരട്ടി വെള്ളം ചേർത്ത് കുപ്പിയിലാക്കി ചാരായത്തിന്റെ ലേബലിട്ട് ചുരുക്കിയല്ലേ? അപ്പൊ ലാഭം ഇരട്ടിക്കിരട്ടി കാണും. മിസ്റ്റർ ചാക്കോച്ചനൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് 50 ലക്ഷം രൂപ രൊക്കം കൊടുക്കണ്ടേ? അബ്കാരി ബിസിനസ് ഒരുതരം മുച്ചീട്ട് കളിയാണ്. ഈ തൊഴിൽ കൊണ്ട് നശിച്ച് കുത്തുവാളെടുത്തവരുണ്ടല്ലോ ഇവിടെ. ഏത് ബിസിനസിനും റിസ്ക് ഉണ്ട്. അത് ചെയ്യുന്നവന് തന്റെ ഇടം വേണമെന്ന് മാത്രം. വക്കീലിന്റെ ക്ലാസ് കഴിഞ്ഞില്ലേ? ഒരിറക്കി. മാത്തുക്കുട്ടി, ജെയിംസ് പഠിപ്പുള്ളവനാ. നിന്നെ പോലെ റബ്ബറിന്റെ മൂട്ടിലിരിക്കാൻ അവന് ഇഷ്ടമല്ലെങ്കിലോ? അവൻ കോളേജിൽ പോയി പഠിച്ചത് ചാരായം മാറ്റാനല്ലോ. ഉണ്ടായിടാ ചാക്കോച്ച, എന്റെ മോളുടെ വിഷമം ചാക്കോച്ചന് മനസ്സിലാവില്ല. ഞാൻ അവളെ വളർത്തിയതെങ്ങനെയെന്ന് അറിയാമോ? ഊട്ടിയിൽ ലോറൻസ് സ്കൂളിൽ വിട്ടാണ് ഞാൻ അവളെ പഠിപ്പിച്ചത്. അല്ലാതെ ഏതോ മലമൂട്ടിൽ ഇറങ്ങി വന്നവളല്ല എന്റെ മോളി. മാണി, അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? മോളിക്ക് എന്താ ഒരു വിഷമം? കാലാകാലം റബ്ബറിന്റെ മൂട്ടിൽ ചിരട്ടയും പിടിച്ച് നിൽക്കുന്നവർക്കത് മനസ്സിലാവില്ല. റബ്ബറിന്റെ മൂട്ടിൽ ചിരട്ട നീട്ടുന്നതിൽ നാറിയ പണിയാടാ കള്ളവെച്ചോടം. ഏത് കൂട്ടി പഠിച്ചാലും കള്ളവെച്ചക്കാരന്റെ മോളല്ലടാ നിന്റെ കിട്ടിയോളൂ. മാതുകുട്ടി, ചാക്കോച്ച, ഇങ്ങനെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കരുത്. ഞാൻ നാറി കള്ളുവെച്ചോടക്കാരനാ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള പാലായിൽ വന്ന് എന്റെ വീട്ടിൽ നിന്ന് പെണ്ണെടുത്തതും ആ നാറി കള്ളുവെച്ചോടക്കാരന്റെ ഇന്ന് 5 ലക്ഷം രൂപ സ്ത്രീധനമായി എണ്ണി വാങ്ങിച്ചതും. മാണി പോട്ടെ, ക്ഷമിച്ചോളാ. കുഞ്ഞച്ചാ, താനാണ് എന്നെ കൊണ്ട് ഈ ബന്ധത്തിൽ കൊടുത്തത്. ഇപ്പൊ കണ്ടവരുടെ ചെറ്റത്തരം. സണ്ണി, മമ്മിയോട് വരാൻ പറ. ഇപ്പറാണ് ഇവിടെ. മാണി പോട്ടെ, ക്ഷമിച്ചോളാന്ന്. ചാക്കോച്ച, കാശും പണം ഉണ്ടായാൽ കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങിക്കാം. തറവാടിത്തെ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അരുത് മാണിച്ച, പെണ്ണുങ്ങരുത്. സണ്ണി, മമ്മിയെ വിളിക്കണം. മാണി പോകരുത്. പള്ളി വരുമെന്നറിയാം. കാത്തു നിൽക്കായിരുന്നു. പലതും ചോദിക്കണമെന്നും പറയണമെന്നും കരുതിയാ വന്നത്. പക്ഷേ ഇപ്പോ എന്തിനാ കരയുന്നത്? ഇതിലാരെയും കുറ്റപ്പെടുത്താനില്ല. അമ്മയുടെ ഭാഗത്തൊരു തെറ്റുമില്ല. അമ്മയ്ക്ക് സുഖമാണോ? അപ്പ, അവരെല്ലാം കാത്തിരിക്കുന്നു. ഉണ്ണണ്ടേ? നീ ഇവനെല്ലാം കൊടുക്ക്. വെള്ളിപ്പത്തിന്റെ കൂടെ ഞാൻ ഉണ്ണു. വേണ്ട മോനെ, വല്യപ്പത്തിന് വിശപ്പില്ല. ഇന്നലെ രാത്രി മുതലേ അപ്പനൊന്നും കഴിച്ചില്ലല്ലോ. എന്തിനാടി കഴിക്കുന്നേ? സമയത്തിന് വല്ലതും കഴിക്കാഞ്ഞ അപ്പന്റെ വയറ്റുവേദന വീണ്ടും വരും. വരൂ, അവരെല്ലാം കാത്തിരിക്കുന്നു. വാ മോനെ. ഇരിക്കുമോളി. നീ പട്ടിണി കിടന്നുകൊണ്ട് ഇവിടെ ആരുടെയും സ്വഭാവം മാറാൻ പോകുന്നില്ല. ഇരിക്ക്. അന്തസ്സുള്ള ബന്ധുക്കളോട് പെരുമാറാൻ അറിയണമെങ്കിൽ അതുപോലെ അന്തസ്സുള്ള കെട്ടിയവനായിരിക്കണ്ടേ? നിന്റെ അമ്മായിയപ്പന്റെ യോഗ്യതയാണ് പറയുന്നതെങ്കിൽ
അതെനിക്കറിയാം. എന്താണെന്നറിയാം? എന്റെ ഡാഡിയെ കുറിച്ച് ചേട്ടൻ ഇനിയും പറയാനുണ്ടോ? എന്താ ഞങ്ങളുടെ ദോഷം? മോളി ഒന്ന് നിർത്ത്. ആണുങ്ങളുടെ കൂടെ ഇനി പെണ്ണുങ്ങളും പടക്കിറങ്ങിയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? അത് മറ്റുള്ളവർ മനസ്സിലാക്കണം. എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടി കോഴിക്കോട്ട് വെച്ച് മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ നിർബന്ധിച്ചാ ഇവിടെ വെച്ചാക്കിയത്. എന്നിട്ട് ആ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് നാണക്കേട്. അത് കഴിഞ്ഞില്ലേ ശൈലി, മതി. കോഴിക്കോട്ട് നിന്ന് ആരൊക്കെ വന്നതെന്ന് അപ്പനറിയോ? ഓ, വലിയ കാര്യായിപ്പോയി. ചക്കാത്തിന് സ്കോച്ച് വിസ്കിയും വെടിയിറച്ചിയും മീനും താറാവും വെച്ച് വിളമ്പി ആരാടാ വരാത്തത്? അതിന് പിടിച്ച കാശിന് കണക്കിനറിയാവോ? അങ്ങനെ ചോദിച്ചാൽ മറ്റുള്ളവരും കണക്ക് പറയേണ്ടി വരും. ഈ അന്നത്തിന്റെ മുമ്പിൽ ഇരുന്ന് വഴക്കടിക്കാതാ. മാത്ത് പിടിച്ചാൻ പറഞ്ഞ അപ്പം കേട്ടില്ലേ? ഞാൻ ഷെർലിൻ ദൂർത്തടിക്കുന്നെന്നും ക്ലബിൽ പോയി കണ്ണന്മാരുടെ മുമ്പിൽ അഴിഞ്ഞാടുന്നെന്നും പറയുന്ന ആളിന് കള്ളു കുടിക്കാനും കണ്ട വെപ്പാട്ടികൾക്ക് വീറും പറമ്പ് വെച്ചു കൊടുക്കാം. മാത്തുക്കുട്ടി, എന്റെ വയറ് എഴുതിട്ടാടാ ഞാൻ ഈ കൂട്ടത്തിൽ കൂടെ ഇരുന്നത്. എന്നെ ഒന്ന് തിന്നാൻ എഴുതിക്ക്. വിശപ്പ് എല്ലാവർക്കും ഉണ്ടപ്പ. ഇന്നലെ മുതൽ മോളിയും പട്ടിണിയാ. അതിന്റെ കാരണം അപ്പനെ അന്വേഷിച്ചോ? മോളിയുടെ ഡാഡി അങ്ങേരുടെ ഗുണത്തിനല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു ഏർപ്പാടുണ്ടാക്കാനാ പറഞ്ഞത്. അങ്ങനെ നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിന്റെ അമ്മായി അപ്പനോട് തുറന്നു പറയടാ മുടക്കിത്തരാൻ. അന്നമ്മച്ചെടുത്തിട്ട് അപ്പം മുടക്കിയതാണോ ചേട്ടൻ ഇപ്പൊ അനുഭവിക്കുന്നത്? മോളിയെ വല്ലതും പറഞ്ഞുണ്ടല്ലോ, നീ എന്നെ ചെയ്യൂടാ തെങ്കോന്ത. മക്കളെ, പണി നിർത്തി വന്നേ, വല്ലതും കഴിക്കാം. അപ്പൻ എന്നാ പണിയായി കാണിച്ചത്? ഞാൻ ഇനി അന്വേഷിക്കാത്ത ഒരു സ്ഥലമില്ല. ഞങ്ങൾക്കിന്ന് കോഴിക്കോട്ടേക്ക് പോകണ്ടേ? അത് എന്റെ സമ്മതം വേണോ? അപ്പൻ ഈ നോട്ടീസിൽ ഒപ്പിട്ടേറാ കുഞ്ഞമ്മട്ടിയായി മരം വിട്ടേരില്ല. എടാ, ഒരു അല്പ സ്വൈര്യം കിട്ടാനേ ഇറങ്ങിയിടുന്നത്. ഉപദ്രവിക്കാതെ പോ. അത് കൊള്ളാം. കരാർ പ്രകാരം മരം അയക്കഴിഞ്ഞാൽ ഇറ്റലിയും ജപ്പാനും ഒക്കെ വെളിയിലുള്ള പാർട്ടിയാ. അവർ കേസ് കൊടുക്കും. അപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്റെ എക്സ്പോർട്ട് ലൈസൻസ് പോവുകയും ചെയ്യും. രൂപ ചോദിച്ചാൽ കിട്ടത്തില്ല. പോട്ടെ, ഇതിലൊന്നും ഒപ്പിട്ട് വന്നാൽ എന്താ നഷ്ടം? അതിനും പറ്റത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി നിർത്തരാ. ഇങ്ങോട്ടാ. എടാ രാജു, നിനക്കതിന് ഏതിനാടാ വേണ്ടത്? കൂട്ടത്തിൽ ചെറുതിനെ ഞാൻ എടുത്തോളാം. വലുതിനെ ഞാനും എടുത്തോളാം. തമ്പ്രാട്ടികൾക്ക് ഇപ്പോഴും വൈത്തമുണ്ടോ? അങ്ങനെ അങ്ങ് മാറിപ്പോകാതെ. ഈ ജാതിക്കാർക്ക് ഗുരുവായൂർ നടവരെ തുറന്നു കൊടുത്തു. എന്നിട്ടും നിങ്ങളിങ്ങനെ മറ്റല്ലോടാ നിക്കണിയോടാ.
ആവത്തിൽ വിൽക്കണു. പറ്റോ ഇല്ല